ഹായ് ഓൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരികയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു നൈറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ ഇറങ്ങാം എന്നാണ് വിചാരിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല ഗൈസ്. അങ്ങനെ ഞാൻ എന്താ ലേറ്റ് ആയിട്ട് വരുമ്പോഴാണ് ആൾക്കാരൊക്കെ പോകുന്നത് കണ്ടത് ഗൈസ്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ദൈവമേ എനിക്കിനി അവിടേക്ക് എത്തിപ്പെടാൻ പറ്റുമോ, കാരണം അത്രയും തിരക്കാണ്. എല്ലാവരും ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. എല്ലാവരും ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഓടിപ്പിടിച്ച് വീട്ടിലെത്തി ഗൈസ്. വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ആകെ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അവിടെ കറക്റ്റ് സമയത്ത് തന്നെ എത്താൻ പറ്റണേ ദൈവമേന്ന്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഫുഡ് കഴിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. നമ്മളെല്ലാവരും നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിക്കും ഡ്യൂട്ടിയിൽ നിന്ന്. അങ്ങനെ ഞാൻ എന്ന് വിചാരിച്ചോ അന്ന് ഞാൻ ലേറ്റ് ആയിട്ടായിരിക്കും ഇറങ്ങുക. അതുതന്നെയാണ് ഇവിടെയും പറ്റിയത് ഗൈസ്. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴാണ് അന്നത്തെ സത്യം ഞാൻ മനസ്സിലാക്കിയത്. ട്രെയിൻ കുറേ ലേറ്റും ആണ്, എന്നാൽ കുറേ ട്രെയിൻ ക്യാൻസലാക്കുകയും ചെയ്തു ഗൈസ്. അങ്ങനെ വീണ്ടും ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ട്രെയിന് 16 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തു ഗൈസ്. അത് കഴിഞ്ഞ് ഞാൻ ദേ ഫ്രാങ്ക്ഫൂട്ടിലെത്തി. അപ്പോഴാണ് ദേ ഈ ഒരു തിരക്ക് കാണുന്നത്. നല്ല തിരക്കായിരുന്നു ഗൈസ്. ആൾക്കാരെ തട്ടി മുട്ടിയിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയുള്ള തിരക്കിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ തിരക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴാണ് ഗൈസ് ഞാൻ ആ അനൗൺസ്മെൻറ്റ് കേട്ടത്. നിങ്ങൾക്കാർക്കും ഇനി അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റില്ല, അവിടെ ഓൾറെഡി തിരക്കായി കഴിഞ്ഞു. സബാഷ്. ഞാൻ വിചാരിച്ചു അവിടെ വെച്ചെല്ലാം പൂർത്തിയായി, എനിക്കിനി കാണാൻ പറ്റില്ല എന്ന്. പക്ഷേ എന്നാലും ഞാൻ തളർന്നില്ല ഗൈസ്. ഞാൻ ഷിയോടെ വിളിച്ച് സൈഡിൽ കൂടെ പോയി. അപ്പോൾ അവിടെ ഒരു മതിലുണ്ടായിരുന്നു ഗൈസ്. അതിൻ്റെ മുകളിൽ ദേ കുറേ പേര് വലിഞ്ഞു കയറുന്നുണ്ട്, അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ മതിലിൻ്റെ പൊക്കത്ത് വലിഞ്ഞു കയറിയിട്ട് താഴേക്ക് ഇറങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങളും കയറി ഗൈസ് അതിൻ്റെ പൊക്കത്ത്. അങ്ങനെ ഞങ്ങളും ചാടി നിലത്തിറങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ ഈ റോട്ടിൽ എത്തിപ്പെടുന്നത് ഗൈസ്. അല്ലാതെ ഇവിടേക്ക് കടക്കാനായിട്ട് ഒരു വഴി ഉണ്ടായിരുന്നില്ല. എല്ലാ വഴിയും പോലീസുകാർ നല്ല ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. അവരിങ്ങനെ നിരന്ന് നിൽക്കായിരുന്നു. അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഗൈസ്. അങ്ങനെ ഇതാ ഞങ്ങൾ വലിഞ്ഞ് പിടിച്ച് കയറി ചാടി ഇറങ്ങി ഞങ്ങളുടെ ആ സ്ഥലത്ത് എത്തി ഗൈസ്. അവസാനം ഞാൻ എൻ്റെ ആ സ്വപ്നത്തിലേക്ക് എത്തി. ഞാൻ വിചാരിച്ചത് എനിക്കിവിടെ കാണാൻ പറ്റില്ല, എനിക്കിവിടെ വരാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തി ഗൈസ്. അവിടെ എത്തിയപ്പോഴാണ് അടുത്ത സത്യം ഞാൻ മനസ്സിലാക്കിയത്. എല്ലാവരും ചറക്കപ്പറക്കെന്ന് പറഞ്ഞിട്ടാണ് പടക്കവും അമിട്ടും എല്ലാം പൊട്ടിക്കുന്നത്. നമ്മൾ സൂക്ഷിച്ചു നിന്നില്ലെങ്കിൽ നമ്മുടെ മേത്ത് വരെ പടക്കം കയറിയിരിക്കും ഗൈസ്. അതുപോലെയാണ് എല്ലാവരും പൊട്ടിക്കുന്നുണ്ടായിരുന്നത്. ഞങ്ങളൊരു സൈഡിൽ മാറിക്കുമ്പോൾ ഓരോരുത്തർ നമ്മുടെ നേരേക്കാണ് പടക്കം വിടുന്നത്. അതുപോലെയാണ് എല്ലാവരും പടക്കം വിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ കുറേ എമർജൻസി വാനുകളും പോകുന്നുണ്ടായിരുന്നു ഗൈസ്. പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് ആർക്കൊക്കെയോ കുറേ പരിക്കും ഉണ്ടായിരുന്നു. സ്വാഭാവികം, അങ്ങനെ സംഭവിക്കാം, അതുണ്ടായിരുന്നു. പക്ഷേ ഈ പടക്കം പൊട്ടിക്കൽ കണ്ടാൽ എല്ലാവർക്കും പരിക്കുണ്ടെന്നേ ഗൈസ് വിചാരിക്കുള്ളൂ. അതുമാതിരി പടക്കമായിരുന്നു ഇവിടെ എല്ലാവരും പൊട്ടിക്കുന്നുണ്ടായിരുന്നത്. നമ്മളൊന്ന് തിരിഞ്ഞു നിന്നാൽ നമ്മുടെ മേത്തേക്ക് വിടും. ഇതാ കണ്ടില്ലേ ഗൈസ്, നിങ്ങൾ ആ പടക്കം വിടുന്നത് ഇതുപോലെയാണ് ഗൈസ് അവിടെ എല്ലാവരും പടക്കം വിടുന്നുണ്ടായിരുന്നത്. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ മേത്ത് പടക്കം കൊള്ളും. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് മാറി അങ്ങോട്ട് നിന്നിട്ട് പടക്കം പൊട്ടിക്കാം എന്ന് വിചാരിച്ചു. പടക്കം വാങ്ങിച്ചത് അതിനേലും വലിയ കഥയാണ് ഗൈസ്. ഷിയോണി പൊട്ടിക്കണ സാധനം ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. ഞാനിത് എന്തോ വലിയ പൊട്ടണ സാധനമാണെന്നൊക്കെ വിചാരിച്ചാണ് ഗൈസ് വാങ്ങിച്ചത്. ലാസ്റ്റ് പൊട്ടിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് പാർട്ടി പോപ്പായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ അവിടെ ചീറ്റിപ്പോയി ഗൈസ്. അപ്പോൾ ഷിയോണാണെന്നുണ്ടെങ്കിൽ കമ്പുത്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കത്തിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത ലക്ഷ്യം കമ്പുത്തിരിയാണ്. അതോ ചീറ്റിപ്പോയി. എന്നാൽ പിന്നെ ഇനി കമ്പുത്തിരി കത്തിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഷിയോൺ കുറേ പാടുപെടുന്നുണ്ട് ലൈറ്റർ വെച്ചിട്ട് അത് കത്തിക്കാനായിട്ട്. കത്തുന്നില്ല ഗൈസ്. എന്നാലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ആളാ ശ്രമം ഉപേക്ഷിച്ചു. അവിടെ കാണുന്ന ഏതോ ഒരു തീയിൽ പോയിട്ട് ലാസ്റ്റ് കമ്പുത്തിരി വെച്ചു. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ കമ്പുത്തിരി കത്തി ഗൈസ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സെലിബ്രേറ്റ് ചെയ്യാണ്. കമ്പിത്തിരി പൊട്ടിച്ച് ഹായ് ഹായ്, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഞങ്ങളിവിടെ ഈ കമ്പിത്തിരി കത്തിച്ച് നിൽക്കുമ്പോഴും ഞങ്ങളുടെ കണ്ണ് പല സ്ഥലത്തേക്കാണ് ഗൈസ്. എവിടെ നിന്നാ പടക്കം വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതും നോക്കി നിന്നിട്ടാണ് ഞങ്ങൾ ഈ കമ്പിത്തിരി കത്തിക്കുന്നത്. അവിടെ ബോധമില്ലാത്തവന്മാർ കുറേ ഉണ്ടായിരുന്നു ഗൈസ്. അവർ തോന്നിയ വഴിക്കാണ് പടക്കങ്ങളൊക്കെ കത്തിച്ചു വിടുന്നത്. അങ്ങനെ ഞങ്ങളുടെ പടക്കമൊക്കെ ഇവിടെ അങ്ങനെ ആഘോഷിച്ച് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുതിയൊരു വർഷത്തെ വരവേറ്റ് ഞങ്ങളെല്ലാം ഇങ്ങനെ മതിമറന്ന് ആഘോഷിക്കുകയായിരുന്നു ഗൈസ്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ വട്ടം ഹാപ്പി ന്യൂ ഇയർ പറയുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഇതാ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനിവിടെ എത്താൻ പറ്റില്ല എന്ന് വിചാരിച്ചത്, പക്ഷേ ഞാനിവിടെ എത്തി ഗൈസ്. എല്ലാ ഇതുകളും മറികടന്ന് ഞാനിവിടെ എത്തി ഗൈസ് ലാസ്റ്റ്. അങ്ങനെ വീണ്ടും 2025 പിറന്നിരിക്കുകയാണ്. 2024 എനിക്ക് മറക്കാൻ പറ്റാത്തൊരു വർഷമാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് 2024 അങ്ങനെ കുറേ ഇതുകൾ ഞങ്ങൾക്ക് 2024 അപ്പോൾ അതൊക്കെ പെട്ടെന്നാണ് ആ വർഷം പോയത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല 2024 കഴിഞ്ഞത് ഞാൻ ഇവിടെ 2025 ഷിയോണ്ടൊപ്പം നിൽക്കുമെന്ന്. 2024 ഞാനിവിടെ ഒറ്റയ്ക്കായിരുന്നു ഗൈസ്. ന്യൂ ഇയർ ഒക്കെ ഞാനിവിടെ ഒറ്റയ്ക്കായിരുന്നു സെലിബ്രേറ്റ് ചെയ്തത്. ഈ വർഷമാണ് ഷിയോൺ എൻ്റെ ഒപ്പം വന്ന് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ഫസ്റ്റത്തെ ന്യൂ ഇയർ ആയിരുന്നു ഗൈസ് ഇത്. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോവാറ്. എല്ലാം എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞ് ഇതേ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ എല്ലാം ഒരു ഇതോടെ ശാന്തമായിട്ടുണ്ട്. എന്നാൽ
എന്നാലും പൊട്ടുന്നുണ്ട് ഇവിടെ നിറച്ച്. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി ട്രെയിൻ കിട്ടില്ല പോകാനായിട്ട്. ഓക്കെ ബൈ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം അങ്ങനെ ന്യൂ ഇയർ ഒക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഇതേ എല്ലാവരും പോയോണ്ടിരിക്കുകയാണ്. പക്ഷേ കുറച്ച് പേര് അവിടെ നിന്ന് ഇപ്പോഴും കത്തിക്കുന്നുണ്ട്. എന്നാലും ഒരുവിധം പേരും തിരിച്ചു പോവാണ്. അപ്പോൾ ദേ നിങ്ങൾ ഈ കാണുന്നതാണ് തിരിച്ചു പോകാനായിട്ടുള്ള തിരക്ക്. ഇതിനേലും തിരക്കായിരുന്നു അവിടെ പടക്കം പൊട്ടിക്കാനുണ്ടായിരുന്ന സ്ഥലത്തുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് എല്ലാവർക്കും ഇതെന്ന് പറയുന്നത് ജർമ്മനിയിൽ ഈ ഒരു ദിവസമാണ് എല്ലാവർക്കും പടക്കം പൊട്ടിക്കാനായിട്ടുള്ള ഒരു ലൈസൻസ് കിട്ടുന്ന ദിവസം. അതുകൊണ്ട് മാക്സിമം പടക്കം പൊട്ടിച്ചാണ് എല്ലാവരും തീർക്കുന്നുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ 2025 വെൽക്കം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാ കലാപരിപാടികളും കഴിഞ്ഞു. ഞങ്ങളിതേ വീട്ടിലേക്ക് പോവാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അങ്ങനെ ഞാൻ ട്രെയിൻ കയറി ഇനി വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.